വീട്ടിൽ താമസിക്കാൻ ആണ് പെണ്ണെന്നുള്ളൊരു വ്യത്യാസമില്ല. ഇനി മീൻ പൊരിച്ച അതിന്റെ വാല് കഷ്ടം തന്നെ ഏട്ടത്തി നമുക്ക് കൊടുക്കും. കല്യാണത്തിനും ഇപ്പൊ ഇവിടെ അതന്നെ ഞാനും ചോദിക്കണത് എന്താണ്. ഞാൻ വിളക്ക് കൊടുത്ത് കേട്ടിട്ട് പെണ്ണല്ലേ അത്. അച്ഛനും അമ്മ എന്താണോ തീരുമാനിച്ച അതിന് ഞങ്ങൾ അങ്ങോട്ട് നിന്നു കൊടുക്കും. എന്നിട്ട് കല്യാണം കഴിഞ്ഞിട്ട് എന്നാ ശാന്തി മുഹൂർത്തിച്ച അന്നേ കാണുള്ളൂ. അങ്ങനെയുള്ള തറവാടും പാരമ്പര്യമുള്ള സ്ഥലത്താണ് ഇപ്പൊ ഇങ്ങനെ നടന്നത്. ഒരു കല്യാണം കഴിക്കേണ്ട പെണ്ണ് നിട്ടപ്പോഴാണ് വീട്ടിലേക്ക് കയറല്, വരന്റെ വീട്ടിലേക്ക്. അവര് ആ റൂമിന്റെ ഉള്ളിലായിരുന്നു രണ്ടാളും. അതിന് ചായയൊക്കെ കുടിച്ചിട്ടാ പോയത്. അല്ല ഇങ്ങക്ക് കേക്കണോ? കഴിഞ്ഞ ദിവസം ആ പെണ്ണിനോട് സംസാരിച്ചോണ്ട് നിന്റെ പെരയിലേക്ക് വന്നാണ്ട് കേറി വാതിലേക്ക് തുറന്ന് ഉള്ളിലേക്ക് സ്ഥലകാല ബോധമില്ല. പിന്നെ പോണോന്റെ പെരയിലേക്ക് വന്നതിന് വലിയ അർത്ഥമൊന്നുമില്ലല്ലോ. നമ്മളെ കവി ശീതളം വന്നിക്കണ്. നമുക്ക് കാണാം, വൈകുന്നേരം കാണാം കേട്ടോ, ക്ലബിൽ നിന്ന് കാണാം. എന്താണ് നല്ല വർത്താനത്തിനല്ലോ പോകുന്നത്? അല്ല അറിഞ്ഞില്ലേ, വീട് അറിഞ്ഞില്ലേ? എന്താണ് ആ കവിയരങ്ങല്ലേ? അത് നാം പോകുന്നുണ്ട്, വൈകിട്ട് പോകണം. കവിയരങ്ങല്ലാന്ന് പിന്നെന്താണ് എന്റെ ശീതള ഉണ്ടാ നോക്കി. നിങ്ങൾ വെറുതെ ശീതളാന്ന് മാത്രം എന്നെ വിളിക്കരുത്. ഞാൻ പറഞ്ഞിട്ട് എന്റെ പേര് പാച്ചറിഞ്ഞില്ലേ നിങ്ങൾ? ശീതളന്നല്ലേ? ശീതളെന്ന് മാത്രല്ല ഇപ്പൊ ബാലശീതളൻ ചുള്ളിക്കമ്പ്. ശീതളങ്ങൾ വെറുതെ നോക്കി പോലീസിന്റെ അടുത്ത് കിട്ടാൻ നിൽക്കണ്ടോട്ടങ്ങള്. വെറുതെ പേരൊക്കെ മാറ്റിയിട്ട് ആ ചുള്ളിക്കാട് നല്ലൊരു മനുഷ്യനാണ്, നല്ലൊരു കവിയാണ്. അയാൾക്ക് നിങ്ങൾ എന്താ വിചാരിച്ചു? പിന്നെ അയാൾ നല്ല മനുഷ്യനായതുകൊണ്ടാണ് അതേപോലത്തെ പേര് ഞാൻ എനിക്ക് ഇട്ടേക്കണ്. അല്ലാണ്ട് ബാലചന്ദ്ര ചുള്ളിക്കാടുന്ന് എനിക്ക് പേരിടാൻ പറ്റുമോ? നിങ്ങൾക്ക് പ്രസവത്തിലുള്ള പേരല്ലല്ലോ, നിങ്ങൾ ഇപ്പട്ടാക്കിയല്ലേ? ഞാൻ പറയട്ടെ, അങ്ങനെയുള്ള വലിയ വലിയ ആൾക്കാരെ നമുക്ക് ഇഷ്ടമുണ്ട്. പക്ഷെ പേര് ഇനിയിപ്പോ അതേമാതിരിക്ക് ഇടാൻ പറ്റില്ലല്ലോ എനിക്ക്. അയാളിത് എന്താണ് അറിയാന്ന് എന്താ അറിയണത്? എന്താ നിങ്ങൾ പറയണത്? ഇപ്പൊ എന്നെ നോക്കി തറക്കുകയാണ് അങ്ങേര്. ഇനി ആയിക്കോട്ടെ, അറിഞ്ഞില്ലെങ്കിൽ എന്താ, അറിഞ്ഞെങ്കിൽ എന്താണ്? എന്തിനിപ്പോ നിങ്ങൾ പേര് മാറ്റേണ്ട കാര്യം ഉണ്ടായി? അതെ, ഞാൻ ഒരു കാര്യം പറട്ടെ. എന്റെ ചെറുപ്പകാലത്ത് എനിക്കറിയാം. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഈ ചുള്ളിക്കാട് എന്ന് പറയുമ്പോ തന്നെ എനിക്ക് എന്റെ ചെറുപ്പകാലം ഓർമ്മ വരും. ഞാൻ അത്ര ദാരിദ്ര്യമായിരുന്നു വീട്ടില്. ഞങ്ങളുടെ വീട്ടിൽ മാത്രം ഗ്യാസ് ഇല്ല, ബാക്കി എല്ലാ വീട്ടിലും ഗ്യാസ് ഉണ്ട്. അവസാനം അടുപ്പ് കത്തിക്കണമെങ്കിൽ ഞാനാണ് ചുള്ളിക്കമ്പ് പെറുക്കി കൊണ്ടുവന്നായിരുന്നു. അപ്പൊ അത് എനിക്ക് ഓർമ്മ വരും ചുള്ളിക്കാട് എന്ന് പറയുമ്പോ തന്നെ. അത് മാത്രല്ല കേട്ടോ, എനിക്ക് അയാളിന് ഭയങ്കര ഇഷ്ടമാണ്. അല്ല അയാൾ നല്ലൊരു കവിയാണ്, നല്ല കവിയാണ്. പിന്നെ എന്താ അറിയോ, ഞാൻ എന്തോരം എഴുതിയേക്കണു. ഒരു കാക്ക കുഞ്ഞു കൂടി അത് വായിക്കില്ല. ഇപ്പതാ ഈ ചുള്ളിക്കമ്പ് എന്ന് ഇട്ടോടത്തുനിന്ന് അങ്ങോട്ട് എല്ലാവരും ചുള്ളിക്കാടാന്ന് വിചാരിച്ചിട്ട് വായിക്കാണ്. എത്ര ആൾക്കാർ ഫേസ്ബുക്കിൽ എഴുതുന്ന ഒക്കെ വായിക്കാണ് ഇപ്പൊ. വായനക്കാർ കൂടി തെറിയും കൂടിയിട്ടുണ്ട്. അത് കുഴപ്പമില്ല, അത് പോട്ടെ, അതൊന്നും നോക്കണ്ട കാര്യം. ഫേസ്ബുക്കും വാട്സപ്പൊക്കെ ഉള്ളതുകൊണ്ടേ ശ്രദ്ധിക്കണം കുറച്ചൊക്കെ. പെരുമാറ്റൊക്കെ വലിയ വിഷയം. ആൾക്കാർ നമ്മൾ എഴുതുന്നും വായിക്കട്ടെ. അല്ല നിങ്ങൾ എന്താ ഒരു കാര്യം പറയാൻ? അതാ ഞാൻ പറഞ്ഞു, ഇവിടെ പ്യാരില്ലേ, പ്യാരിയുണ്ട്. സുഖേട്ടനെ പോയി ഓ കല്യാണം കഴിക്കാന്നുള്ള പെണ്ണില്ലേ? ഒളിച്ചോടിയാണ് സഹിക്ക. ഇത് ഒളിച്ചോടിയതല്ല, ഓള് പെരേൽക്കും ഇങ്ങോട്ട് വന്നു. പിന്നെ പെരയിലേക്കല്ലാണ്ട് തൊഴുത്തിരിക്കാൻ കയറി പോണ്. അതല്ലാന്ന് ഓന്റെ പെരേൽക്ക്, പ്യാരിന്റെ പെരേൽക്ക്. അയ്യോ പ്യാരിന്റെ വീട്ടിലേക്ക് കയറിച്ചല്ലേ കല്യാണം കഴിഞ്ഞതിന് മുമ്പ്? അതല്ലേ പറയണത്. എന്താണ് വട്ടാണ്? അട്ടൊന്നുമില്ല കുട്ടിക്ക്. ഇപ്പൊ നാട്ടിൽ മുഴുവൻ സംസാരം. അപ്പൊ അപ്പനെ വിളിച്ചപ്പോ അപ്പനൊക്കെ അത് അറിഞ്ഞു നിൽക്കുകയാണ്. അയ്യോ പെരേൽക്ക് ഇങ്ങോട്ട് വന്നിട്ട് കേറിയിട്ട് അച്ഛനും അമ്മേനൊക്കെ കെട്ടിപ്പിടിച്ച് പരിചയപ്പെടലും സൈക്കിൾ. എന്നാ നിങ്ങൾ ഒന്നും വിചാരിക്കണ്ട, രണ്ടെണ്ണം വീട്ടുണ്ടാവും. ആര്? പെണ്ണ്. മണത്തി നോക്കിയിട്ടൊന്നും ഇല്ല, കുട്ടി നോർമലാന്ന്. ഞാൻ ഒരു കാര്യം പറയട്ടെ, കല്യാണം കണ്ണേറ്റുമ്പോ ഒരു വീട്ടിലേക്ക് അങ്ങോട്ട് കേറി ചെല്ലാണ് പെണ്ണുങ്ങൾ. അത് പാടില്ലല്ലോ. പാടില്ല എന്ന് തന്നെയാണ് ഞാനും പറയണത്. ഇത് മോഡേൺ ആണ് പോലെ. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നു. അയ്യോ നാട് മൊത്തം മാറിട്ടോ. ഭാരത സ്ത്രീകൾ തൻ ഭാവശുദ്ധി എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങള്? ആ ശുദ്ധി ഒക്കെ പോയി ഇപ്പോ. എല്ലാ പെണ്ണുങ്ങൾക്കും അതെ. ഇത് എന്താ പറ്റിക്ക് പ്രാന്താണ്? ഞാൻ ചോദിക്കാം, പണ്ടൊക്കെ നമ്മൾ കേട്ടെടുത്തോളോ ഈ ഹിന്ദുക്കളെ പൊരയിൽ, നിങ്ങളെ പൊരയിലൊക്കെ ഒരു പെൺകുട്ടി നിലവിളക്ക് കത്തിച്ചിട്ട് വേണം അകത്തേക്ക് കയറാൻ. നാലാൾ അറിയാ കല്യാണം കഴിച്ചിട്ട് കാരണവന്മാരായിട്ട് വീട് ചെന്ന് കാണുന്നതിന് മുമ്പായിട്ട് വീട് കാണാൻ പാടില്ല. അത് ഭയങ്കര തെറ്റായി പോയത്. ഇപ്പൊ അവർക്ക് പുറത്തുനിന്നൊക്കെ വേണമെങ്കിൽ ഒന്ന് കാണാം. താര പുറത്ത് കയറിന്നിട്ട് ഇല്ലാന്ന് വല്ല ഐസ്ക്രീം യാത്രയുടെ ഇടയില്ല ഒന്നാം താര പൂവ പെണ്ണുങ്ങൾ നാണിച്ചിട്ട് പൂവിലോ ആ വഴിക്ക്. ഇതിപ്പോ എന്താ നാണമില്ല മാനമില്ലാത്ത മാതിരിയാലോ ഈ ജാതികൾ എന്താ കാണിക്കുന്നത്? പെൺകുട്ടികളുടെ കഥ വളരെ മോശമാണ് ഇത്. ആവു ഞാൻ ഇത് വെച്ചിട്ട് കവിത എഴുതിയാലോ എന്ന് ആലോചിക്കാണ് ഞാൻ. എന്തായാലും എഴുതണം. ഇതിന്റെ പേരിലോ? ഇതിന്റെ പേരിൽ നല്ല പെണ്ണുങ്ങളെ കുറിച്ച് എത്ര കവിത എഴുതിയേക്കണ്. ഇപ്പൊ നമ്മുടെ OPR എഴുതിയിട്ടുള്ള കവിത ഇല്ലേ,
മാരനെയല്ല മണാളനെയല്ല. ആരെങ്കിലും ആരാ പേര് പറഞ്ഞു? ഓപ്പിയർ. ONV കുറിപ്പിനെയാണ് നോക്ക് ഇതാ കേക്ക്. 5 മണി കഴിയുമ്പോ പിന്നെ ഒരു OPR പൊട്ടിക്കും. നേരമ്പോഴത്ത് വൈകുന്നേരം വരെ ONVയുടെ കവിത കേൾക്കണ ആളാണ് ഞാൻ. വൈകിട്ട് പിന്നെ ഇതിലേക്ക് കടക്കുമ്പോ പെട്ടെന്ന് തെറ്റി പോണെന്നാണ്. അത് കുഴപ്പമില്ല. അതന്നെ ONVയുടെ മാരനെയല്ല മണാളനെയല്ല മാനം കാക്കുമൊരാങ്ങളയെ. ഞാൻ ആരെയാണ് കാത്തിരിക്കുന്നത്? മാരനെയല്ല മണാളനെയല്ല മാനം കാക്കുമൊരാങ്ങളയെ. അങ്ങനെ കാത്തിരിക്കണ പെണ്ണുങ്ങളിപ്പോ കല്യാണം കഴിയുന്നതിന് മുമ്പ് അങ്ങോട്ട് ചെന്ന് അന്വേഷിക്കലായി. ഈ കവിതയ്ക്ക് നിങ്ങൾ എന്താ പേരിടുക? കവിതയ്ക്ക് ഞാൻ പേരിടാൻ വിചാരിച്ചത് കല്യാണത്തിന് മുമ്പ് നാണം കെട്ട വീട് സന്ദർശനം. അത് മതി. നാണം കെട്ടുന്നതിന് പകരം വേണം ഉളുപ്പില്ലാത്ത. അത് ശരിയാവില്ല. ഉളുപ്പില്ലാത്തൊക്കെ നമുക്ക് മാത്രമേ അറിയുള്ളൂ, എല്ലായിടത്തും അറിയില്ലല്ലോ. ഇത് എന്റെ കവിത എന്ന് പറഞ്ഞ് ലോക പ്രസക്താവണമെന്നില്ല ഞാൻ എഴുതുന്നത്. എല്ലാവരും വായിക്കട്ടെ. എഴുകോളി. കല്യാണത്തിന് മുമ്പ് ഒരു നാണം കെട്ട സന്ദർശനം. അത് മതി. ആള് വീണ്ടും വിളിച്ച് അറിഞ്ഞേ ഞാൻ പോട്ടെ. അതാ ഞാനും ശീതളേട്ടൻ അതിനെ പറ്റി കവിത എഴുതാൻ പോവുക. എഴുതിക്കോളി. കല്യാണത്തിന് മുമ്പ് ഒരു പറഞ്ഞു ആരാണ് കല്യാണത്തിന് മുമ്പ് ഒരു നാണം കെട്ട സന്ദർശനം. ദിവാരട്ടാ, നാണം കെട്ട ദിവാരട്ടാ. അല്ല നിങ്ങളല്ല, നിങ്ങൾ നാണം കെട്ടുന്നല്ല പറഞ്ഞത്. നാണം കെട്ട സന്ദർശനം. കല്യാണത്തിന് മുമ്പ് ഒരു നാണം കെട്ട സന്ദർശനം എന്റെ കവിതയാണ്. അതാണ് കവിതേന്റെ പേര്. മന്മത, നമ്മുടെയൊക്കെ തറവാട്ടില് പണ്ട് മുതലേ നടന്നു വരുന്ന ഓരോ ചടങ്ങുകളുണ്ട്. ആ ചടങ്ങൊക്കെ തെറ്റിക്കാന്ന് പറഞ്ഞാ ഒരു കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഒരു പെൺകുട്ടി വരന്റെ കൂടെ വീട്ടിലേക്ക് കയറി വരുമ്പോഴാണ് അവൾ ആദ്യമായിട്ട് ഈ വീട് കാണേണ്ടത്. അതെ, ഇതിപ്പോ അങ്ങനെയല്ല സംഭവിച്ചിട്ടുള്ളത്. അതാണ് ഇപ്പൊ ഒരു വിഷമം ഉണ്ടാക്കിയത്. അന്വേഷണത്തിന് ഒറ്റയ്ക്ക് ഇങ്ങോട്ട് കയറി വരിക, എന്നിട്ട് വീട് കാണുക എന്നൊക്കെ പറഞ്ഞ അതെ തറവാടിന്റെ മോശം. നാട്ടുകാർ അറിഞ്ഞ ഈ ആകെ പ്രശ്നം എല്ലാവരും അറിഞ്ഞു. ഇനി പറയാനൊന്നും ആരും ഇല്ല. കുളംകുത്തി തറവാട് ഒരു അന്തസ്സുള്ള തറവാടാണ്. കുഞ്ഞുനാളില് തുടരുന്ന ആചാരങ്ങൾ ഇപ്പോഴും ഞങ്ങൾ തുടരുന്നുണ്ട്. അത് തെറ്റിക്കാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ പറഞ്ഞു വരണത് എന്റെ മോൾ അവിടെ വന്നതാണ് പ്രശ്നം. അതെ, കല്യാണത്തിന് മുമ്പ് ഒറ്റയ്ക്ക് വന്നതാണ് പ്രശ്നം. അല്ല അച്ഛാ, ഞാൻ ജീവിക്കാൻ പോണ വീട്ടില് ഞാൻ ഒന്ന് പോയി കണ്ടത് ഇത്രയ്ക്ക് വലിയ തെറ്റാണോ? ഒരു തെറ്റുമില്ല മോളെ. അച്ഛനത് തെറ്റായിട്ട് തോന്നിയിട്ടുമില്ല. അത് തെറ്റാണ്. അതെ, കാണേണ്ട സമയമുണ്ട്. അതൊക്കെ ഒരു നാട്ടുനടപ്പ് ആചാരമല്ലേ മന്മത? സുഗത, എന്റെ മോള് കല്യാണം കഴിഞ്ഞ് വന്ന് നിൽക്കേണ്ട വീടാണ് ആ വീട്. അതെ, ആ വീട് ഒന്ന് നമുക്ക് കാണണമെന്നൊരാഗ്രഹം തോന്നി. അവൾ അവിടെ വന്നത് കണ്ടു, അവള് തിരിച്ചിങ്ങ് പോന്നു. അല്ലാണ്ട് അവൾ അവിടെ ചമ്മന്തി അരയ്ക്കോ അവിടെ കഞ്ഞിയും ചോറും വെക്കോ അവിടെ അന്തി ഉറങ്ങോ ഒന്നും ചെയ്തില്ലല്ലോ. ഇല്ല ചേട്ടാ, പക്ഷെ അങ്ങനെ ഒരു നാട്ടു നടപ്പില്ലല്ലോ. ഒരു നാട്ടു നടപ്പില്ല, ഒരു ആചാരം ഇല്ല. അത് പറഞ്ഞു മനസ്സിലായിക്കണ്ടേ? ഇതൊക്കെ നിങ്ങളൊക്കെ ഇത് ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്? അവള് കാലാകാലം ആ വീട്ടിലാണല്ലോ താമസിക്കേണ്ടത്. അതെ ഇല്ലേ? അതെ, അതിന് സമയമുണ്ടല്ലോ. അതിന് സമയമുണ്ടല്ലോ. പണ്ട് മുതലേ നടന്നു വന്ന ഒരു ആചാരല്ലേ? ആ ആചാരം നല്ലതല്ലേ? ആചാരം, ഈ ആചാരത്തിന്റെ കാര്യം പറഞ്ഞപ്പോ എനിക്ക് പെട്ടെന്ന് എന്റെ അമ്മ കുഞ്ഞുനാളിലെ പറഞ്ഞ ഒരു കഥ ഞാൻ ഒന്ന് പറയാം. എന്റെ അമ്മയുടെ വകയിലൊരു അമ്മാവന്റെ വീട്ടിൽ കുറെ ദോഷങ്ങളൊക്കെ ഉണ്ടായപ്പോ ഒരു പൂജ ചെയ്തു. അപ്പൊ പൂജാരി ഒന്ന് പൂജ ചെയ്തുകൊണ്ടിരിക്കുമ്പോ ആ വീട്ടിൽ 3 പൂച്ച ഉണ്ടായിരുന്നു. ഈ പൂച്ചകളുണ്ടല്ലോ, ഈ പൂജ ചെയ്യണതിന്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി പൂജാരിക്ക് അത് ശല്യമായി. അപ്പൊ പൂജാരി പറഞ്ഞു, ഹൈ, ഈ പൂച്ചകളെ അങ്ങോട്ട് അടച്ചിടുക, പൂജ കഴിഞ്ഞ് തുറന്നു വിട്ടാൽ മതിയെന്ന്. അങ്ങനെ പൂച്ചകളെ അടച്ചിട്ട് പൂജ കഴിഞ്ഞു, സംഭവം കഴിഞ്ഞു. അമ്മാവന്റെ ചെറിയായിരുന്ന മോൻ വലുതായി കഴിഞ്ഞപ്പോൾ തറവാട്ടിൽ ഇതേ പ്രശ്നങ്ങളും. അങ്ങനെ വീണ്ടും ഇതേ പൂജ ആവർത്തിച്ചു. പൂജാരി ലിസ്റ്റ് കൊടുത്തു. ലിസ്റ്റ് കൊടുത്തപ്പോൾ ഈ ചെക്കൻ ചോദിക്കേണ്ട, പൂജാരിയായി 3 പൂച്ച കൂടെ വേണ്ടേ ആ പൂജ നടത്തണമെങ്കിൽ? അതൊരു ആചാരമല്ലേ? കുഞ്ഞുനാളിലെ ഞങ്ങൾ പൂജ ചെയ്തപ്പം പൂച്ചയും കൂടി ഉണ്ടായിരുന്നു. അതുമാതിരി ഇങ്ങനെയുള്ള കുറേ നമ്മൾ ഈ പറഞ്ഞല്ലോ ഓരോന്ന് ഓരോ സമയത്ത് കാണിച്ചു കൂട്ടുന്ന ഈ പൊട്ടത്തരങ്ങളാണ് ഈ ആചാരമായി മാറുന്നത്. അതിനെല്ലാം നിങ്ങൾ ഇങ്ങനെ പിടിച്ചോണ്ടിരുന്നാലേ
നിങ്ങൾ കാലഘട്ടം മാറി. ഇത് കാലാകാലങ്ങളായിട്ട് തുടർന്ന് വരുന്ന ഒരു സംഗതിയല്ലേ. പെട്ടെന്ന് ഒരു ദിവസം നമുക്ക് ഇതൊന്നും വേണ്ടാന്ന് വെക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെയൊക്കെ തുടർന്ന് വരുന്നത് കൊണ്ട് ഒരു ദോഷം ഇന്ന് വരെ നമ്മുടെ തറവാടിനൊന്നും ഉണ്ടായിട്ടില്ല. സുധാ, എന്നാ പിന്നെ നമുക്ക് ആലോചിച്ചിട്ട് എന്താന്ന് വെച്ചാൽ ചെയ്യാം. അല്ല വന്നത് അതിനിപ്പോ എത്ര ആലോചിക്കാൻ എന്താ? ഈ കുട്ടികളെ എടുത്ത് ചാടിയിട്ട് നിയമങ്ങളൊക്കെ തെറ്റിച്ചിട്ട് ഓരോന്നും ചെയ്തുവെങ്കിൽ അത് പറഞ്ഞു മനസ്സിലാക്കിക്ക. അത്രേ വേണ്ടു. ഇവളെ പറഞ്ഞ് മനസ്സിലാക്കുന്ന കാര്യമല്ല, ഞാൻ അവക്ക് വേറെ കല്യാണം ആലോചിക്കാന്നാ പറഞ്ഞത്. അല്ല, ഇപ്പൊ വേറെ കല്യാണം ആലോചിക്കാൻ മാത്രമുള്ള ഒരു വിഷയമില്ലല്ലോ. ഉണ്ടല്ലോ. അയ്യോ, എന്റെ മോളൊരു വലിയ ആചാരം തെറ്റിച്ചിട്ട് നിൽക്കല്ലേ. ചെക്കനുമായിട്ട് ആദ്യമായിട്ട് വീട്ടിൽ വന്ന് കയറാനുള്ള കുട്ടി അതിനു മുന്നേ വന്നു പോയില്ലേ. അതെ, ഈ പൊട്ടക്കിണറ്റില് തവളയെ പോലെ കൊണ്ടിടാൻ എന്റെ മോളെ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അവക്ക് ഞാൻ വേറെ ചെക്കനെ നോക്കി കെട്ടിച്ചോളാം. ഓ, നിങ്ങൾ അങ്ങനെയാണ് തീരുമാനിക്കുന്നത് വെച്ചാൽ ആയിക്കോട്ടെ, ഒരു പ്രശ്നമില്ല. എന്റെ അനിയനെ നല്ല പെൺകുട്ടികളുടെ ആലോചന വേറെയും വരും. ഞങ്ങൾ അത് അനുസരിച്ച് ഞങ്ങൾ ചെയ്തോളാം. ആയിക്കോട്ടെ, ആചാരങ്ങൾക്ക് അനുസരിച്ചുള്ള കല്യാണം ഞങ്ങൾ നടത്തിക്കോളാം. ഒരു പ്രശ്നമില്ല. 100 എണ്ണത്തിന് ഞാൻ കണ്ടുപിടിക്കും. കാരണവരെ 100 അല്ല, ഇനി 1000 പെണ്ണിനെ കൊണ്ടുവന്നാലും നട്ടലിന് ഉറപ്പില്ലാത്ത നിങ്ങളുടെ ചെക്കൻ്റെ കൂടെയൊക്കെ ജീവിക്കണേനേക്കാളും വല്ല കുളത്തിലോ കിണറ്റിലോ കൊണ്ട് തള്ളണം. അത് നിങ്ങൾ പറയരുത് പ്ലീസ്. അത് തന്നെ ഉറപ്പുണ്ടോ ഇല്ലോ എന്നൊക്കെ വേറെ കാര്യം. ശരി, നമുക്ക് സംസാരം ഇവിടെ നിർത്താം. ഇനിയിപ്പോ ഇത് കഴിക്കണമെങ്കിൽ കഴിക്കാം, ഇറങ്ങണമെങ്കിൽ ഇറങ്ങാം. ഈ വീട്ടിൽ വരുന്നവരെ മാന്യമായിട്ട് സൽക്കരിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു ആചാരമാണ്. എന്താന്ന് വെച്ചാൽ തീരുമാനിക്കാം. എന്നാ പിന്നെ അച്ഛാ എന്തേ ഇറങ്ങുക. അങ്ങനെ ഇതിലാരാ ശരിയെന്ന് നമുക്ക് കാണാം. അതെ, 3 പേര് ഒരുമിച്ച് വന്നതാ. അത് ആചാരം തെറ്റിക്കണ്ട, ഒരുമിച്ച് തന്നെ പൊക്കോ. നമുക്ക് വേറെ ചെക്കനെ കിട്ടൂന്നേ. എന്താടാ കാണാത്തത്? സമയം എത്രയായി? സമയൊക്കെ പറഞ്ഞ സമയൊക്കെ കഴിഞ്ഞമ്മേ. നീ ഇവിടെ വൃത്തിയാക്കിയിട്ടില്ലേ ചാന്ദിനി? ഞാൻ അടിച്ചു വാരിയത് കേട്ടത്. അവക്ക് വൃത്തിയില്ല, പണ്ടേ ഇല്ലല്ലോ. അമ്മയ്ക്ക് വയസ്സായെങ്കിലും തല്ലു പിടിക്കണതിന് ഒരു കുറവില്ലല്ലോ അല്ലെ? അപ്പൊ വൃത്തിയില്ല എന്ന് പറയണത് അപ്പൊ തെറ്റ്. ഒന്ന് നിർത്തോ നിങ്ങള്. ഇന്നൊരു നല്ല ചടങ്ങ് നടക്കാൻ പോണ ദിവസല്ലേ, വെറുതെ വഴക്കുണ്ടാക്കാൻ നിൽക്കുന്നത് എന്തിനാ? അതിന് ഞാനല്ല, അമ്മയല്ലേ. ഒന്ന് നിർത്തമ്മ, എന്തെന്നായത്? എടാ, ചെറിയച്ഛനെ എവിടാ പലഹാരം വാങ്ങാൻ പോയി ആൾ ഇനിയിപ്പോ അതൊക്കെ കഴിഞ്ഞിട്ടേ വരൂ. അച്ഛന്റെ കാര്യം അച്ഛൻ അറിയില്ലേ? സമയത്ത് വരില്ല. ഹലോ, എടാ പ്യാരിയെ, എന്താ ഈ പലഹാരം വാങ്ങി കഴിഞ്ഞില്ലേ? എന്നാ പിന്നെ അങ്ങോട്ട് വാ. വാ വാ വാ, വേഗം വാ. മധുരമുള്ളതൊക്കെ വേണമെന്ന് പറയൂ. മധുരമുള്ളതൊക്കെ വേണമെന്ന് പറയൂ. മധുരമുള്ളതൊക്കെ വാങ്ങിയിട്ടുണ്ടാവും. എല്ലാം വാങ്ങിച്ചില്ലേ? എഴുതിയതൊക്കെ വാങ്ങിച്ചില്ലേന്ന്? ശരി ശരി, എന്നാ വേഗം ഇങ്ങോട്ട് പോരെ. എത്രയാ? ഇവിടുന്ന് ഇറങ്ങണുള്ളൂ. അച്ഛാ, ഞാൻ ഒന്ന് മാറിക്കട്ടെ. എന്തോ ഒരു ചളിപ്പ് പോലെ ഒരു വരുമ്പോ. എന്ത് ചളിപ്പ്? ടെൻഷൻ വരുമ്പോ വയറിന് എന്തോ ഒരു. എന്താടാ നിനക്ക് ഈ സമയത്ത് നീയാ മാറുന്നത്? നീ ഇവിടെ വേണ്ടേ? അല്ല, നിനക്ക് ഈ ഷർട്ട് അല്ലാതെ വേറെ ഷർട്ടൊന്നും ഇല്ലേ? അച്ഛമ്മ പറഞ്ഞിട്ട്. എന്തായാലും കുഴപ്പം? നന്നായിണ്ട്, നല്ല കളറായിണ്ട്, പൂവുണ്ട്. നല്ല ഷർട്ട് ഇട്ടൂടാ. അമ്മയുടെ സെലക്ഷൻ അല്ലേ ഇങ്ങനെയൊക്കെ വരുള്ളൂ. അതെ അതെ, പെണ്ണ് കണ്ടിട്ട് ഞാനൊന്നിനെ നോക്കി എടുത്തതാ. അബദ്ധായി എന്ന് പറഞ്ഞാ മതിയല്ലോ. എന്റെ മോന്റെ നിങ്ങൾ ആദ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് വഴക്കിടലെന്ന് നിർത്ത്. വന്നു വന്നു. വരൂ വരൂ. വരാ വരാ. ഹായ് സുധി. അച്ഛമ്മയാണ്. ഹായ് അച്ഛമ്മ. അച്ഛമ്മ ഞാൻ കണ്ടിട്ടുണ്ട്, സുധിയുടെ DP-യിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അച്ഛനാണ്. അമ്മ. കയറ് കയറ് മോളെ. കേറ.
വരുമ്പോ വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലോ? ഇല്ല ഇല്ല, ഇവിടെ ഈ സ്ഥലത്ത് ഞാൻ ആദ്യമായിട്ടാ, അതിന്റെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും ആരും കാണിച്ചു തരുവേ. സൗകര്യം. അച്ഛനൊക്കെ എങ്ങനെ? അച്ഛനൊക്കെ സുഖമായിരിക്കുന്നു. അമ്മ? അമ്മ എല്ലാവരും സുഖമായിരിക്കും. അന്വേഷണം പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും അന്വേഷണം പറഞ്ഞിട്ടുണ്ടെന്ന്. എന്താ വിഷമം? ഇതൊന്നും കാണാൻ സുഖമായിട്ടില്ലാതെ പോയില്ലേ? പോയില്ലേ? ഒരു മിനിറ്റ്. ഹലോ. അതെ, ഞാനൊരു ലേശം തിരക്കിലാണ്. സ്തുതിയുടെ സ്തുതി കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടിയുണ്ടല്ലോ. അപ്പൊ അവളൊന്ന് വീട്ടിൽ വരെ വന്നിട്ടുണ്ടേ, വീടൊക്കെ ഒന്ന് കാണാൻ വേണ്ടി. അപ്പൊ അങ്ങനെ ഒരു ചടങ്ങ് നടക്കുകയാണ് ഇവിടെ. ഒരു കാര്യം ചെയ്യാം, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം. ഇതാണ് കഴിഞ്ഞോട്ടെ കേട്ടാ. ശരി. ഓക്കെ.